ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാമോളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, 1 ടീസ്പൂണ് സോയ സോസ്, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂണ് നാരങ്ങ നീരും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ്റെ പീസുകൾ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ 3 ബ്രെഡാണ് എടുത്തത്. 3 ബ്രെഡും ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ കൂടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ഉള്ളിയുടെ ഒരു പകുതി, ഒരു ചെറിയ ഉള്ളി എടുത്താൽ മതി, അതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കടായി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് ഇവിടെ തന്നെ ഉണ്ടാക്കി ഹെൽത്തി മയോണൈസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും കുറേശ്ശൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും സവാള ഇല്ലേ, അത് അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഉള്ളിയും ക്യാപ്സിക്കൊക്കെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ മിക്സാക്കി വെച്ചില്ലേ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട്, അതും കൂടി എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ്റെ പീസുകളില്ലേ, അതും ഇതേമാതിരി എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കണത്. ഇനി നമുക്ക് ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കുക വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റും കിട്ടും, പിന്നെ നല്ലൊരു പെർഫെക്ഷനും കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നു, മയോണൈസും കെച്ചപ്പുള്ള മിക്സില്ലേ, അതൊന്നുകൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇതിൻ്റെയൊക്കെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഒന്നുകൂടി അടച്ച് വെക്കേണ്ടത്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓവറായി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ചീസൊന്ന് മെൽറ്റ് ആവുക അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്